കോറിട്ടി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന തൃത്താല കുടിവെള്ള പദ്ധതി ഇതുവരെ പ്രവർത്തനക്ഷമമാകാത്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അധികൃതർക്ക് പരാതി നൽകി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും ആസൂത്രണ സമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഒല്ലൂർ പ്രൊജക്ട് ഡിവിഷൻ ഓഫീസിലും തൃശൂർ വാട്ടർ അതോറിറ്റി PH ഡിവിഷനിലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരെയും നേരിട്ട് കണ്ട് പരാതി സമർപ്പിച്ചത്. പുളിഞ്ചേരിപ്പടിയിലെ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം എത്താത്തതിനുള്ള പ്രധാന കാരണം കുന്നംകുളം ചാട്ടുകുളത്തിന് സമീപം റോഡിനടിയിൽ വാൽവ് തകരാറായി കിടക്കുന്നതാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇത് പരിഹരിക്കാൻ പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാവാത്തതിനെ തുടർന്നാണ് അധികൃതരെ നേരിൽ സന്ദർശിച്ച് ഇടപെടൽ ശക്തമാക്കിയത്. പ്രശ്നപരിഹാരത്തിനായി റോഡ് പൊളിച്ച് പണി നടത്താൻ PWയുടെ അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും എത്രയും വേഗം തകരാർ പരിഹരിക്കാമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. 10 ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കപ്പെടാത്ത പക്ഷം വാട്ടർ അതോറിറ്റി ഓഫീസുകൾക്ക് മുന്നിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കേണ്ടി വരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോലി ജോ പറഞ്ഞു. പാവർട്ടി പഞ്ചായത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കടുത്ത ചൂടിനെ തുടർന്ന് ജലാശയങ്ങളും ജലസ്രോതസ്സുകളൊക്കെ പറ്റി ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാകാത്തൊരവസ്ഥയാണുള്ളത്. ഈ സാഹചര്യത്തിൽ നമ്മൾ വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന തൃത്താല പദ്ധതി ഇത്രയും ദിവസമായിട്ടും ആ ടാങ്കിൽ വെള്ളം എത്തുകയോ ജനങ്ങൾക്ക് അതിലൂടെ വെള്ളം ലഭിക്കാനോ നൽകാനോ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പാവർട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികളുടെയും ആസൂത്രണ സമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ തൃശൂർ പ്രോജക്ട് ഡിവിഷൻ, ഒല്ലൂരുള്ള പ്രോജക്ട് ഡിവിഷനിലും അതുപോലെ തന്നെ ഇവിടുത്തെ തൃശ്ശൂരിലെ PH ഡിവിഷനിലും വന്ന് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരെ നേരിൽ കണ്ട് ഈ വിഷയം ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാൻ സാധിക്കുന്നത് തൃത്താല പദ്ധതിയിൽ നിന്ന് പാവർട്ടിയിലേക്ക് വെള്ളം വരുന്ന വഴിക്കുള്ള ചാട്ടുകുളത്തിനടുത്തുള്ള ഭാഗത്ത് ഹൈവേയുടെ അടിയിൽ വാൽവ് തകരാറായി കിടക്കുകയാണ്. ആ വർക്ക് പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പുളിഞ്ചേരിപ്പടിയിലുള്ള വാട്ടർ ടാങ്കിൽ വെള്ളം എത്തുകയുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്രയും ദിവസമായിട്ട് ആ വർക്ക് അവിടെ നടന്നിട്ടില്ല. അതിന് എത്രയും വേഗം ആ വർക്ക് അവിടെ നടത്തി ജനങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്ന ശക്തമായ ഭാഷയിൽ നമ്മൾ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സന്ദർശനമായിരിക്കില്ല, ശക്തമായ സമരം തന്നെ ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ വേണ്ടിവരുമെന്ന് ഈ അവസരത്തിൽ അവരെല്ലാവരും അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം അവിടുത്തെ വർക്ക് നടത്താമെന്നാണ് ഇപ്പോൾ ഉറപ്പ് തന്നിട്ടുള്ളത്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയാണ്. വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ്, മെമ്പർമാരായ ജിൽസ് തോമസ്, KK ലീഷ ടീച്ചർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ NR രജീഷ്, ആസൂത്രണ സമിതി അംഗം സാംസൺ ചിരങ്ങണ്ട തുടങ്ങിയവർ പങ്കെടുത്തു.